പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഒരു പ്രകൃതി പാചകം പരീക്ഷിക്കുന്നിട്ടാ, വെറുതെ, അതായത് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു പാചകവെപ്പ്. സിമ്പിളാണ്. നമ്മുടെ വീട്ടിലത്തെ ഇടിയും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ ചക്കയുള്ളവർക്കൊക്കെ ചെയ്യാം. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇരിപ്പാണ്. അവരവരുടെ ആരോഗ്യമൊക്കെ നന്നായി നോക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. നമ്മൾ കണ്ടമാനം പുറമെന്നുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾ വീട്ടിലത്തെ എരിവും പുളിയും മസാലയൊക്കെ കൂട്ടി ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രകൃതി പാചക രീതി നമുക്ക് വീട്ടിൽ പിരിക്കുമ്പോൾ നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വേഗം അതിലേക്ക് പോവാം. നമ്മൾ വീട്ടിലത്തെ പ്ലാമ്പിലത്തെ ഇടിയും ചാക്കി ഇടുന്നു കേട്ടോ. ഇഷ്ടം പോലെ ചാക്കി ഉണ്ടായില്ലേ, വലുതായിട്ടില്ലേ, വലിപ്പം കൂടിയിട്ടില്ല. മുകളിലായിട്ട് ഇടാം. അങ്ങനെ ഇടിയും ചാക്ക പൊട്ടിച്ചു. ആദ്യം തന്നെ നമുക്കേ ഇതിൻ്റെ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട്, തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനൊപ്പം ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. കംപ്ലീറ്റ് പോയിട്ടാ ഇതുപോലെ ആക്കി എടുക്കില്ല. ഇനി നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കണം. അല്ല, ഇത്രയ്ക്ക് പോകുന്ന കഷ്ണങ്ങളാക്കണം. നമ്മുടെ ഇടിയൻ ചക്ക ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കഴുകിയെടുക്കും. കഴുകിയെടുത്തിട്ട് നമ്മൾ വേവിക്കും. ഇപ്പം മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മളത് വെറുതെ നിൽക്കുക എടുക്കണം കേട്ടോ. ഇത് നമ്മൾ വേവിക്കാൻ പോകണം കേട്ടോ. അതിന് നമ്മൾ ഒരു കലത്തിലാണ് എടുക്കുന്നത്. ഇനി ഇടുക്കി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. നമ്മളത് അടപ്പത്ത് വെച്ചിട്ട് മൂടി വയ്ക്കണം കേട്ടോ. ഉപ്പിടില്ല കേട്ടോ, ഇല്ലേ, ഉപ്പിടാൻ പാടില്ല. നമുക്കത് വേവുമ്പോഴേക്കേ ഒരു 2-3 കുഞ്ഞുള്ളി കണ്ട, ചെറിയ ഉള്ളി, 2 വേപ്പില, പിന്നെ 4 പച്ചമുളക്, വലിയ പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളധികം കുഞ്ഞു ജീരകം, പെരിഞ്ജീരകം അല്ല കേട്ടോ, ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു അരമുറി നാളികേരം നമ്മുടെ ഈ ചക്കര വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ. ഇത് അരമുറി നാളികേരത്തിനേക്കാൾ അല്പം കുറവ് നാളികേരം ശരിക്കും കേട്ടോ. ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് അരയ്ക്കണം. അതിന് മുമ്പ് ഈ പച്ചമുളകില്ലേ, ഈ പച്ചമുളകിനെ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു കളയണം. നമ്മളിതിൻ്റെ ഉള്ളിലത്തെ കുരുവിനെ കണ്ട, ഈ കുരുവില്ലേ, ഇത് നമുക്ക് വേണ്ട കണ്ട, കുരു പാടില്ല. എല്ലാത്തിൻ്റെയും 4 പച്ചമുളകിൻ്റെയും കുരു എടുത്ത് കളയാം നമുക്ക്. നമ്മൾ പച്ചമുളകിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കംപ്ലീറ്റ് കളഞ്ഞു. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇനി ഒന്ന് അമ്മിയുമിട്ട് അരയ്ക്കുന്നു. ഇതെല്ലാം കൂടിയിട്ട് കേട്ടോ. വെള്ളം ഒന്നും തന്നെ ചേർക്കണ്ട. അതെ, എന്നുവെച്ചാൽ ഭയങ്കരമായിട്ടുണ്ട് അരയ്ക്കണ്ട. ഏത് നമ്മൾ മിക്സിയിലൊക്കെ ആകെ തവിട് പിടിക്കില്ലേ, ആ ടൈപ്പ് അരക്കൽ വേണ്ട. അമ്മീമാരക്കില് ഭയങ്കര രസമുള്ള പണിയാട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ അമ്മ അരക്കിനെ കണ്ടിട്ടുണ്ട്. അമ്മി നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തു. അടിപൊളി ചമ്മന്തിയും കൂടി ആയിട്ടാ. ഇത് പിന്നെ നമുക്കേ നമ്മുടെ ഇടിയും ചക്ക കൊണ്ടൊന്ന് ചതയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ കഴുകണ്ട. ഇതേ ഇങ്ങനത്തെ ഒരു കൂട്ട് നമുക്ക് കിട്ടിയിട്ടാ. നമ്മൾ കുറച്ച് കല്ലുപ്പില്ലേ, സ്വല്പം വെള്ളത്തിൽ, ഒരു 2 ടീസ്പൂൺ വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ, നലിയാനായിട്ട്. ഈ കല്ലുപ്പ് കലക്കി വെച്ച വെള്ളമല്ലേ, ഇതിന് നമ്മൾ ഉപ്പായിട്ട് ചേർക്കാം കേട്ടോ. പൊടി ഉപ്പല്ല ചേർക്കുക, അതിപ്പോൾ ചേർക്കില്ല. നമ്മുടെ ഇടിയും ചക്ക ഭയങ്കര ചൂടുണ്ട്. ഇടിയും ചക്ക വെന്തുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇടിയും ചക്ക നമ്മൾ കലത്തിൽ നിന്ന് ഊറ്റിയെടുത്തു. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ അമ്മീമിട്ട് ചതയ്ക്കും. ഇത് അമ്മീമ നമ്മൾ ചതയ്ക്കാൻ പോകും കേട്ടോ. വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വിടും, അരയ്ക്കണ്ട കേട്ടോ. ദീ പരുവ ഇങ്ങനെ ചതയ്ക്കുന്നു കേട്ടോ എല്ലാം. ഇത് നമ്മൾ ഇടിയൻ ചക്ക മുഴുവൻ ചതച്ചു കേട്ടോ. ഇത് നമ്മൾ ഒരു കിണത്തിലേക്ക് ഇനി ആക്കണു. ഏത് കിണ്ണായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ആക്കണമെന്ന് മാത്രം.
ഇനി നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചക്ക ചതച്ചല്ലേ അത് ഇരിക്കിടുന്നു. തീ ഭയങ്കരമായിട്ട് കത്തിക്കുന്നു വേണ്ട, സാധാരണ പോലെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ അരച്ചതല്ലേ അതിരിക്കിടുക. എന്നിട്ട് ഇളക്കുക. എല്ലാ സ്ഥലത്തേക്കാണ്ട് യോജിപ്പിക്കുക, ഇളക്കി. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പ് വെള്ളമല്ലേ അത് നമ്മൾ ആവശ്യത്തിന് തെളി എടുത്താൽ മതിട്ടാ, തെളി അതിരിക്കാണ്ട് ചേർക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയില്ലേ അതൊഴിക്കുക. നമ്മൾ നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയഞ്ചക്ക സാധനം റെഡി ആയിട്ടാ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്ക, പ്രകൃതി പാചകത്തിലത്തെ ഇടിയഞ്ചക്ക നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇത് ഗംഭീര രുചിയുള്ള സാധനമാണെന്ന് വിചാരിക്കണ്ട, മനസ്സിലായ? കുഴപ്പമില്ല. നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോഴുള്ള ഉപ്പാണ്. ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ശരിക്കും അധികം ചേർക്കാൻ പാടില്ലേ. നമുക്ക് ഒരു നേരിയതിൽ എൻ്റെ ഒരു നമുക്ക് തീരെ ഉപ്പില്ലാണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൊടിപ്പ് ചേർക്കണ്ട. പിന്നെ ഇതിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ഉപ്പൊഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണ, പച്ചമുളക്, പിന്നെ ഇടിയഞ്ചക്ക, ജീരകം വേറെ കേട്ടാ, ഉള്ളിയും അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ശരീരത്തിൽ ദോഷകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടാ. എന്നിട്ടത് വെച്ചോക്കാം. കഞ്ഞീരൊപ്പം വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കഞ്ഞീരൊപ്പം കഴിക്കും ഈ സാധനം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ജഗുൻ സാധിക്ക് ഇഷ്ടം. അവരവിടെ പണി ചെയ്യാം. അവർക്കവിടെ പണിയുണ്ട്. വീടൊക്കെ വെടുപ്പാക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇനി ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളിത് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.